എന്നും പുതുമയുമായെത്തുന്ന ലവ് ദ ഖുർആൻ മാസ്റ്റേഴ്സ് ക്ലബിലെ പഠിതാക്കൾ ഒരുക്കുന്ന പുതിയ സംരംഭം ഓരോ ദിവസവും ശ്രോതാക്കളുടെ കൈകളിലേക്ക് എത്തുന്നു. ഒരു ദിനം ഒരു പേജ് ഖുർആൻ പാരായണത്തോടൊപ്പം അർത്ഥവും ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നു. എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന മാന്യ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഒരു ദിനം ഒരു പേജ് ഖുർആൻ പാരായണത്തോടൊപ്പം അർത്ഥവും എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഖൈറുനിസ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഞാൻ ബാദുഷ. സൂറ അൽ കഹ്ഫ് പേജ് നമ്പർ 296, 21 മുതൽ 27 വരെയുള്ള ആയത്തുകളാണ് ഇൻഷാ അല്ലാഹ് ഞങ്ങൾ പാരായണം ചെയ്യുന്നത്. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وكذلك أعثرنا عليهم ليعلموا أن وعد الله حق وأن الساعة لا ريب فيها إذ يتنازعون بينهم أمرهم فقال ابنوا عليهم بنيانا ربهم أعلم بهم قال الذين غلبوا على أمرهم لنتخذن عليهم مسجدا. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അങ്ങനെ അവരെ കണ്ടെത്താൻ നാം അവസരമൊരുക്കി. അള്ളാഹുവിൻ്റെ വാഗ്ദാനം സത്യമാണെന്നും അന്ത്യസമയം വരുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ലെന്നും അവരറിയാൻ വേണ്ടി. അവരന്യോന്യം ഗുഹാവാസികളുടെ കാര്യത്തിൽ തർക്കിച്ച സന്ദർഭം ഓർക്കുക. ചിലർ പറഞ്ഞു, നിങ്ങൾ അവർക്ക് മീതെ ഒരു കെട്ടിടമുണ്ടാക്കുക. അവരെപ്പറ്റി നന്നായി അറിയുന്നവൻ അവരുടെ നാഥനാണ്. എന്നാൽ അവരുടെ കാര്യത്തിൽ സ്വാധീനമുള്ളവർ പറഞ്ഞു, നാം അവർക്ക് മീതെ ഒരു ആരാധനാലയം ഉണ്ടാക്കുക തന്നെ ചെയ്യും. سيقولون ثلاثة رابعهم كلبهم ويقولون خمسة سادسهم كلبهم رجما بالغيب ويقولون سبعة وثامنهم كلبهم قل ربي أعلم بعدتهم ما يعلمهم إلا قليل فلا تمار فيهم إلا مراء ظاهرا ولا تستفت فيهم منهم أحدا. ചിലർ പറയും, അവർ മൂന്നാളായിരുന്നു, നാലാമത്തേത് അവരുടെ നായിയും. വേറെ ചിലർ പറയും, അവർ 5 ആളുകളാണ്, ആറാമത്തേത് അവരുടെ നായിയും. ഇതൊക്കെയും അഭൗതിക കാര്യങ്ങളെ സംബന്ധിച്ച ഊഹം മാത്രമാണ്. ഇനിയും ചിലർ പറയും, അവർ 7 പേരാണ്, 8ാമത്തേത് അവരുടെ നായിയും. പറയുക, എൻ്റെ നാഥനാണ് അവരുടെ എണ്ണത്തെപ്പറ്റി ഏറ്റവും നന്നായി അറിയുന്നവൻ. അല്പം ചിലർക്കൊഴികെ ആർക്കും അവരെപ്പറ്റി അറിയില്ല. അതിനാൽ വ്യക്തമായ അറിവിൻ്റെ അടിസ്ഥാനത്തിലല്ലാതെ അവരുടെ കാര്യത്തിൽ നീ തർക്കിക്കരുത്. ജനങ്ങളിൽ ആരോടും നീ അവരുടെ കാര്യത്തിൽ അഭിപ്രായം ചോദിക്കരുത്. ولا تقولن لشيء إني فاعل ذلك غدا. ഒരു കാര്യത്തെക്കുറിച്ചും തീർച്ചയായും നാളെ ഞാനത് ചെയ്യുമെന്ന് നീ പറയരുത്. إلا أن يشاء الله واذكر ربك إذا نسيت وقل عسى أن يهديني ربي لأقرب من هذا رشدا. അള്ളാഹു ഇച്ഛിച്ചെങ്കിൽ എന്ന് പറഞ്ഞല്ലാതെ, അഥവാ മറന്നുപോയാൽ ഉടനെ നീ നിന്റെ നാഥനെ ഓർക്കുക. എന്നിട്ടിങ്ങനെ പറയുക, എൻ്റെ നാഥൻ എന്നെ ഇതിനേക്കാൾ നേരായ വഴിക്ക് നയിച്ചേക്കാം. ولبثوا في كهفهم 300 سنين وازدادوا 9. അവർ തങ്ങളുടെ ഗുഹയിൽ 300 കൊല്ലം താമസിച്ചു.
ചിലർ അതിൽ 9 വർഷം കൂട്ടിപ്പറഞ്ഞു. قل الله أعلم بما لبثوا له غيب السماوات والأرض أبصر به وأسمع ما لهم من دونه من ولي ولا يشرك في حكمه أحدا. പറയുക, അവർ താമസിച്ചതിനെ സംബന്ധിച്ച് ഏറ്റവും നന്നായി അറിയുക അള്ളാഹുവിനാണ്. ആകാശഭൂമികളുടെ രഹസ്യങ്ങൾ അറിയുന്നത് അവന് മാത്രമാണ്. അവൻ എന്തൊരു കാഴ്ചയുള്ളവൻ, എത്ര നന്നായി കേൾക്കുന്നവൻ. ആർക്കും അവനല്ലാതെ ഒരു രക്ഷകനുമില്ല. തൻ്റെ ആധിപത്യത്തിൽ അവൻ ആരെയും പങ്കു ചേർക്കുകയുമില്ല. واتل ما أوحي إليك من كتاب ربك لا مبدل لكلماته ولن تجد من دونه ملتحدا. നിനക്ക് ബോധനമായി ലഭിച്ച നിന്റെ നാഥൻ്റെ വേദപുസ്തകം നീ വായിച്ച് കേൾപ്പിക്കുക. അവൻ്റെ വചനങ്ങളിൽ ഭേദഗതി വരുത്തുന്ന ആരുമില്ല. അവനല്ലാതെ ഒരു അഭയകേന്ദ്രം കണ്ടെത്താനും നിനക്കാവില്ല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.